ധ്യാനിപ്പാൻ തിരഞ്ഞെടുത്ത ഭാഗം റോമാലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് ഏകദേശം 11-ാമത്തെ വാക്യം വരെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാം. വേദപുസ്തകം വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരാണ് ആബ്രഹാം, ഈസഹാക്ക്, യാക്കോബ്. അങ്ങനെ ഹെബ്രേ ലേഖനം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിയൽ അവിടെ ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഹീറോസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ വീരന്മാർ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ, ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീർന്നവരുടെ പേര് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ വീരന്മാരുടെ പട്ടികയിൽ വരുന്നവരാണ് ആബ്രഹാം, ഈസഹാക്ക്, യാക്കോബ്. ഈവൻ ദൈവം തൻ്റെ ജനത്തോട് മറ്റുള്ളവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഞാൻ ആബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞാണ് മറ്റുള്ളവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത്രമാത്രം അവരുടെ ജീവിതം, അവരുടെ ലൈഫ് സ്റ്റൈൽ ദൈവസന്നിധിയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതവും, നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെ ദൈവസന്നിധിയിൽ ചലനമുണ്ടാക്കാം, എങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതം ഒരു മനോഹരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ നാം ധ്യാനിക്കാൻ പോകുന്നത്. ആബ്രഹാം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഹി വാസ് വെരി റിച്ച്, ഭയങ്കര ധനവാനായിരുന്നു. ഈസഹാക്ക് ഹി ഈസ് ദ ബെസ്റ്റ് കർഷകൻ. എന്ത് നട്ടാലും ആ വർഷം 100 മേനിയ. യാക്കോബും അതേപോലെയായിരുന്നു. അവർ ചെയ്ത എല്ലാ തൊഴിലും അനുഗ്രഹിക്കപ്പെട്ടു. ദേ വർ വെരി റിച്ച്. പക്ഷെ എങ്ങും വേദപുസ്തകത്തിൽ എങ്ങും അവരുടെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ അവർ റിച്ചാവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ധനം തരണമേ, എന്നെ ഒന്ന് വർദ്ധിക്കണമേ, എന്നെ ഒന്ന് മാനിക്കണമേ. ശത്രുക്കളുടെ നടുവിൽ ദേ നെവർ പ്രേഡ്. അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിരുന്നു, അവിടെയും ദൈവത്തെ വിശ്വസിച്ചു. അവരുടെ ജീവിതത്തിൽ താഴ്ച ഉണ്ടായിരുന്നു, അവിടെയും ദൈവത്തെ വിശ്വസിച്ചു. സന്തോഷമുണ്ടായിരുന്നു, അപ്പോഴും വിശ്വസിച്ചു. നിരാശകളും ദുഃഖങ്ങളും ഉണ്ടായ സംഭവങ്ങളുണ്ട്. മോശ ഒരിക്കലും ഞാൻ ഒരു വലിയ ലീഡർ ആവണമെന്ന് പ്രാർത്ഥിച്ചില്ല. എനിക്ക് സ്ഥാനം വേണം കർത്താവേ. പക്ഷേ നമ്മുടെ സഭകളിൽ ഉയർച്ചയ്ക്ക് വേണ്ടി, സ്ഥാനങ്ങൾക്ക് വേണ്ടി, ലീഡർഷിപ്പിന് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ഇതൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല. ഏറ്റവും വലിയ ഉയർച്ച ജീവിതത്തിൽ നേടാൻ കഴിയണമെങ്കിൽ അവൻ ദൈവ പൈതലായി ജീവിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഉന്നത സ്ഥാനം എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതലായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അതിനേക്കാളും വലിയ സ്ഥാനമോ പ്രൊമോഷനോ ഒന്നും കിട്ടാനില്ല. നീ ഏറ്റവും റിച്ചായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ദൈവ പൈതലായിട്ട് ജീവിക്കുക. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, കഷ്ടങ്ങളുണ്ടായിരുന്നു, കണ്ണുനീരിൻ്റെ താഴ്വര ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ടായിരുന്നു, കൂട്ടാളികളായിട്ട് ജീവിച്ച അവസരങ്ങളുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുമുണ്ട്, ലാഭകരമായിരുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും അവരുടെ വിശ്വാസ ജീവിതത്തെ ബാധിച്ചില്ല. അവർക്കൊരു പരാതിയുമില്ല ദൈവത്തോട്. കർത്താവെ, അങ്ങയുടെ വിളി കേട്ട് ഞാൻ ഇറങ്ങിയതാണ്, ഇപ്പം ഞങ്ങളുടെ ദേശത്ത് മഴയല്ല, വലിയ ക്ഷാമമാണല്ലോ, ശത്രുക്കൾ അസംഖ്യമായിട്ട് ഞങ്ങളുടെ ചുറ്റിലും വന്നിറങ്ങിയിട്ടുണ്ട് എന്നവർക്കൊരു പരാതിയുമില്ല. പക്ഷെ ഇന്ന് വിശ്വാസികൾക്ക് ഒത്തിരി പരാതികളാണ്. വളരെ ഭാരത്തോടും പരാതികളോടുമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത്. കർത്താവ്, എനിക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടം? പക്ഷേ ഈ പരാതിയില്ലാതെ ജീവിച്ച ഈ വിശ്വാസ വീരന്മാർക്കെല്ലാം ദൈവം താങ്ങും തണലായി ആശ്രയമായി കൂടെ ഉണ്ടായിരുന്നു. ആ വിശ്വാസ വീരന്മാരോട് ചോദിച്ചാൽ ഹൗ ഈസ് യുവർ ഗാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നിൻ്റെ ദൈവം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ, അവൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനാണ്. മിസ്രൈമിൽ പോയപ്പോൾ, എഗിപ്തിൽ ക്ഷാമം വന്ന് എഗിപ്തിൽ മടങ്ങിപ്പോയപ്പോൾ ആബ്രഹാമോട് ചോദിച്ചാൽ ആബ്രഹാം പറയും, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അല്ല, നീ വിളിച്ചിറങ്ങിയതല്ലേ, എന്തിനാ നിൻ്റെ ജീവിതത്തിൽ ക്ഷാമം വന്നപ്പോൾ എന്തിനാ നീ ഫർവോൻ്റെ അടുക്കൽ പോയത്? എനിക്ക് ഫർവോൻ വിഷയമല്ല, എൻ്റെ വിഷയം കർത്താവാണ്. ആമേൻ.
നമ്മുടെ വിഷയം കർത്താവായിരിക്കണം. നമ്മുടെ ദൈവം നമ്മുടെ വിഷയം നമ്മുടെ രക്ഷകനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നിരാശകളുടെ നടുവിൽ പോയി പറയണം, യേശു അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ യേശു അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവം അനുവദിക്കുന്നത് ഒന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കത്രേ. ദൈവത്തെ വിശ്വസിക്കുന്നവരെയും ദൈവത്തെ ആശ്രയിക്കുന്നവരെയും ദൈവം ഒരു നാളും കൈവിടത്തില്ല. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത് താഴോട്ട് വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ പ്രത്യാക്ഷയിൽ പ്രശംസിക്കുന്നു. ഇംഗ്ലീഷിൽ വി പാർട്ടേക്ക് ഇൻ ദ ഗ്ലോറി ഓഫ് ഗാഡ് എന്ന് എഴുതിയിരിക്കുന്നത്. കുറച്ചുകൂടെ നല്ല ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ എഴുതി, വി പാർട്ടേക്ക് ഇൻ ദ ഗ്ലോറി ഓഫ് ഗാഡ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ താഴോട്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. ആർ വി ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഗ്ലോറി ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പങ്കാളിത്വം പ്രാപിച്ച വിശ്വാസികളായിട്ടാണോ നാം ഇന്ന് ജീവിക്കുന്നത്? നമ്മൾ നീതീകരിക്കപ്പെട്ട കാര്യം നമുക്കറിയാം. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചു, ദൈവം നമുക്ക് സമാധാനം തന്നു, അതും നമുക്കറിയാം. പക്ഷെ അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള വഴിയും നമുക്ക് തുറന്നു തന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് പകരം മറ്റ് പല വഴികൾ, രക്ഷയുടെ മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ആ കേട് മുഴുവനെ എടുത്തു കളഞ്ഞിട്ട് യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ തഴച്ചു വളരാനിടയാകും. വി ഷുഡ് ഗ്രോ ഇൻ ഫെയ്ത്ത്. നമ്മൾ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വളരണം. അങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരത്തുള്ളൂ. ആ ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ ആധാരമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആ ഭാഗങ്ങളെ ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ധ്യാനിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് കണ്ടിട്ടുള്ളവരാണ്. ഈ ഫ്ലൈറ്റ് ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കും. ചില എയർപോർട്ടുകളിൽ പോയാൽ നൂറ്റുകണക്കാன ഫ്ലൈറ്റുകൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ മിനിറ്റും ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ മിനിറ്റും 2-3 ഫ്ലൈറ്റ് വെച്ച് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് വലിയ എയർപോർട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഏത് ഫ്ലൈറ്റ് പറക്കണമെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതെ ഒരു ഫ്ലൈറ്റ് പോലും ഗ്രൗണ്ടിൽ നിന്ന് അല്പം പോലും അനങ്ങത്തില്ല. അതിൻ്റെ അകത്ത് പൈലറ്റ് ഉണ്ടായിരിക്കാം, നല്ലതാ. അതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ കയറി നല്ലതാണ്. അതിൻ്റെ ഡോറെല്ലാം അടച്ച് നല്ലതാ. പക്ഷേ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ഇൻഫർമേഷൻ കിട്ടാതെ പൈലറ്റിന് അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അടുത്ത ഗിയർ ഇടണമെങ്കിൽ റിവേഴ്സ് എടുക്കണോ ഫ്രണ്ട് എടുക്കണോ, ഗിയർ ഇൻഫർമേഷൻ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പൈലറ്റിന് പോലും ഈ ഫ്ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനക്കാൻ പറ്റത്തുള്ളൂ, ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഓർത്തോളൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് റൈറ്റ് ഇൻഫർമേഷൻ കിട്ടാതെ ഒരിക്കലും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ഫ്ലൈറ്റ് എപ്പോഴെങ്കിലും ഇങ്ങനെ പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് റൺവേ കയറിയ ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? കയറിയാൽ അത് പിന്നെ കറക്റ്റ് ഇൻഫർമേഷൻ അതാത് ടൈമിൽ കറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അത് പറക്കേണ്ട സമയത്ത് പറന്ന് ലാൻഡ് ചെയ്യേണ്ട സമയത്ത് ലാൻഡ് ചെയ്യും. പലപ്പോഴും നമുക്ക് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറക്കാൻ വേണ്ടി സമയം നോക്കിയിരിക്കും. പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ തന്നെ ഒരു പിടിയില്ല. കാരണം there is no information. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവസാനം ലാൻഡ് ചെയ്യും. ഫ്ലൈറ്റിൻ്റെ ടയറെല്ലാം തേഞ്ഞു വലിച്ചു പോകും. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് റൈറ്റ് ടൈമിൽ നമുക്ക് ഒരു മനോഹരമായ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് തിരുവെഴുത്തുകളിൽ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണ്. നല്ലതാണ്.
പക്ഷെ പലപ്പോഴും ചില റൈറ്റ് ഇൻഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നന്മകൾ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുകയാണ്. വി കുഡിൻ എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അവൻ്റെ തേജസ്സും അവൻ്റെ മഹത്വവും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് ബിക്കോസ് വി കുഡിൻ എൻ്റർ ഇൻ ടു ദാറ്റ് റൈറ്റ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ ലഭിക്കാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശനായി തീരുന്നത്. ഈ ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ, പല പ്രാവശ്യം നമ്മൾ വായിച്ച ഭാഗമാണ്, ധ്യാനിച്ച ഭാഗങ്ങളാണ്, പക്ഷെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു മനോഹരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ ഭക്തൻ ഇപ്രകാരം പറയുന്നു, ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആ ഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇതൊരു ഡിക്ലറേഷൻ. മനുഷ്യൻ ഡിക്ലെയർ ചെയ്തതല്ല, ദൈവം ഡിക്ലെയർ ചെയ്യുക. നീ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ നീ നീതീകരിക്കപ്പെട്ടിരിക്കും. ഡിക്ലെയർ ചെയ്യുക. ആരാ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? നിന്നെ സൃഷ്ടിച്ച ദൈവം ഡിക്ലെയർ ചെയ്യുക, പ്രഖ്യാപിക്കുക. നീ എന്ന് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നു, അന്ന് നിന്റെ സകല പാപങ്ങളും നീക്കപ്പെട്ട്, സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ട്, നീ എൻ്റെ പുത്രനായി എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ നിനക്ക് സമാധാനം തന്നിരിക്കുന്നു. ഡിക്ലെയർ ചെയ്യുക, പ്രഖ്യാപിക്കുക. നിങ്ങൾ ഞാനും വിശ്വസിക്കുന്നതിന് മുമ്പ്, അത് ഏറ്റു പറയുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കി ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുക. ഒരു 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 വലിയൊരു പാത്ത്, ഒരു വേ ആണ് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പാത, ഒരു വഴി ദൈവം നമുക്ക് ഒഴുക്കി വയ്ക്കുമ്പോൾ പല സഭകളും മറ്റു പല പാതകൾ, രക്ഷയ്ക്കായി പല പാതകൾ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരിക്കലും നമുക്ക് മറ്റ് വഴിയിൽ കൂടി, അല്ലെങ്കിൽ ലോകം ഒരുക്കിയ വഴിയിൽ കൂടി ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. സാൽവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ന് നിങ്ങൾ യേശു കർത്താവ് എൻ്റെ രക്ഷകർത്താവായി ഈ ഭൂമിയിൽ വന്ന് എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ രക്ഷയ്ക്കായി, ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത് യേശു കർത്താവ് ഏറ്റെടുത്ത്, യേശു ശിക്ഷിക്കപ്പെട്ട് ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് എന്ന് എപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നോ ആ സമയം സ്വർഗത്തിലെ പിതാവ് ഡിക്ലെയർ ചെയ്യുകയാണ്, യു ആർ ജസ്റ്റിഫൈഡ്. നീ നീതീകരിക്കപ്പെട്ടു. അവിടെ ട്രാൻസ്ഫോർമേഷൻ അല്ല നടക്കുന്നത്, രൂപാന്തരമല്ല. പിന്നെയാണ് നമ്മൾ രൂപാന്തരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്രിസ്തുവോടുകൂടെ അനുരൂപപ്പെട്ട് വി വിൽ ട്രാൻസ്ഫോം ഇൻ ടു ഹിസ് ഇമേജ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടോ അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും അവന് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്താൽ മാത്രമേ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കത്തുള്ളൂ. യേശുവിൻ്റെ വിലയേറപ്പെട്ട രക്തമാണ് മനുഷ്യൻ്റെ സകല പാപങ്ങളെ നീക്കി ശുദ്ധീകരിച്ച് അവനെ നീതീകരിച്ചത്. പഴയ നിയമത്തിൽ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ആബ്രഹാമിൻ്റെ വിശ്വാസം അതവന് നീതിയായി കണക്കിടപ്പെട്ടു. ശ്രദ്ധിക്കണം, രണ്ട് വിശ്വാസം. റോമ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസവും ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസവും രണ്ട് വിശ്വാസം. വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. രണ്ടും കൂട്ടിക്കുഴച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം അവിടെ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വളരെ വിഷമിച്ച് നിരാശനായി വിചാരപ്പെട്ട് ആബ്രഹാം മക്കളില്ലാതെ സമ്പത്തെല്ലാം കൂടി അവന് ചുറ്റും കിടക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞാൽ കൂമ്പാരമായിട്ട് കുറേ സ്വർണം, ഇവിടെ കുറേ വെള്ളി, പുറത്തിറങ്ങിയ കുറേ ആട് മാടുകളൊക്കെ ഇങ്ങനെ ആയിരക്കണക്കാൻ ഇങ്ങനെ പെരുകി കിടക്കുക. ഇതെല്ലാം അനുഭവിക്കാൻ മക്കളില്ലല്ലോ എന്ന് വളരെ വിചാരപ്പെട്ടിരിക്കുമ്പം കർത്താവ് അവനെ വിളിച്ചിടാ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞു. ബന്ധം നോക്കിക്കൊള്ളു. ദൈവം ആബ്രഹാം തമ്മിലുള്ള ബന്ധം നോക്കണം. വിളിച്ചപ്പോൾ ഇറങ്ങി പുറത്തു വന്നു, ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു. ഒന്ന് ഈ നക്ഷത്രങ്ങൾ നിന്നെ കൊണ്ട് എണ്ണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എണ്ണിക്കോ, അത്രയായിരിക്കും നിന്റെ സന്നദ്ധി. അത്
അത് അവന് നീതിയായി കണക്കിടപ്പെട്ടു. അവൻ ഇങ്ങനെ നക്ഷത്രങ്ങളെയൊക്കെ എണ്ണിക്കൊണ്ടിരുന്നപ്പം അവൻ്റെ വിചാരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവം പറഞ്ഞതിനെ അവൻ പൂർണ്ണമായി ഏറ്റെടുത്തു. ഞാൻ ഇനി മക്കളില്ലാത്തവൻ അവൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് അവൻ വിചാരപ്പെടാതെ, അവൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് അവൻ കംപ്ലൈൻറ്റ് പറയാതെ, അവൻ അതിനെക്കുറിച്ച് പിന്നെ വിഷമിക്കാതെ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു, എനിക്കിനി മക്കളും ഉണ്ടാവും, സന്തതികളും ഉണ്ടാവും, അത് ഇത് നക്ഷത്രങ്ങളെ പോലെ ദൈവം വർദ്ധിക്കും എന്നുള്ളത് അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചെന്ന് ഹൃദയത്തിൽ ഇരിക്കുന്ന രഹസ്യങ്ങളെ അറിയുന്ന ദൈവത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചെന്ന് മനസ്സിലായി. അങ്ങനെ അത് അവൻ്റെ നീതിയായി കണക്കിടപ്പെട്ടു. അവൻ അവിടെ നീതീകരിക്കപ്പെടുകയല്ല ചെയ്തത്, അവൻ ഇറ്റ് ഈസ് കൗണ്ടഡ് ആസ് എ റൈച്ചസ്, അത് അവന് നീതിയായി കണക്കിടപ്പെട്ടു. റോമ ലേഖനത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നീതിയായി കണക്കിടപ്പെട്ടു. ഇവിടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ട് ദൈവഭയതലായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ ഇല്ലായ്മയെ ദൈവം മാറ്റി അവനെ സന്താന പുഷ്ടിയുള്ളവനായി, അവൻ്റെ തലമുറകളെ ദൈവം വർദ്ധിപ്പിക്കുന്ന ഒരു ദർശനം, ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. അതേപോലെ ദൈവം എന്ത് ചെയ്തു? നിവർത്തിച്ചു. ഞാൻ ഓർക്കുക, ലോകത്ത് ഇന്ന് ഇസ്രായേൽ ദേശത്ത് പോയി ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിച്ചാടാ നിൻ്റെ മുത്തച്ഛൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ആബ്രഹാം എന്ന് പറയും. പക്ഷെ വേറെ ഒരു രാജ്യത്തും മുത്തച്ഛൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും പല മുത്തച്ഛന്മാരുണ്ടാവും. നോക്കിയേ, നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓരോ ദേശത്തിൽ ഒതുങ്ങി പാർക്കുമ്പോൾ ഒരു രാജ്യമാക്കി മാറ്റി തീർത്തു ദൈവം. അതാണ് ആബ്രഹാമിൻ്റെ വിശ്വാസം ഇസ്രായേൽ ദേശമായിട്ട് മാറിയത്. വേറെ ഏത് രാജ്യത്ത് പോയാലും ഞങ്ങളുടെ മുർപ്പിതാക്കൻ ഇന്ന വ്യക്തിയുടെ വന്ന മക്കളാണ് ഞങ്ങൾ ഈ ദേശം മുഴുവനും താമസിക്കുന്നതെന്ന് പറയത്തില്ല. ഇസ്രായേൽ ദേശം അങ്ങനെ ആകാൻ കാരണം എന്താണെന്നറിയാമോ? ആബ്രഹാമിൻ്റെ വിശ്വാസം. അവൻ വിശ്വസിച്ച് അത് നീതിയായി കണക്കിടപ്പെട്ടു. ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് വിഷയത്തിൽ വിശ്വസിക്കുന്നോ അതാണ് നീതിയായി കണക്കിടപ്പെട്ടത്. അവൻ ഏത് വിഷയത്തിനായി വിശ്വസിച്ചു? അവന് മക്കൾ ഉണ്ടാകുമെന്നും ആ മക്കളെ ദൈവം തലമുറയായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്നും അതൊരു രാജ്യമായി, ഒരു കൺട്രിയായിട്ട് മാറുമെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ റോമാലേഖനത്തിലും അതേ വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇവിടെ ഏത് വിശ്വാസമാ? രക്ഷയുടെ വിശ്വാസം, സാൽവേഷൻ. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, മോർ ഇമ്പോർട്ടൻറ്റ്. ആബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കാളും ഇരട്ടി 10 വിലപ്പെട്ട വിശ്വാസമാണ്, വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനെ അടിസ്ഥാനമായിട്ടാണ് അടുത്തത് ഏകദേശം 3 അധ്യായങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയാണ് രേഖപ്പെടുന്നത്. ഈ അടിസ്ഥാന വിശ്വാസമില്ലാതെ ഒരിക്കലും മറ്റു വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് വളരാനോ കടക്കാനോ സാധിക്കത്തില്ല. 5-ാമത്തെ അധ്യായം 1-ാമത്തെ ഭാഗത്തിൽ ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം പറഞ്ഞ ഹല്ലേലൂയ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, ആ വിശ്വാസ ജീവിതം പൂർണ്ണമായി തീരണമെങ്കിൽ, ഹല്ലേലൂയ പൂർണ്ണമായി തീരണമെങ്കിൽ ക്രിസ്തു യേശു എൻ്റെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ചു, ആ രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്ത് എൻ്റെ സകല പാപങ്ങളെ നീക്കി ശുദ്ധീകരിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. യു ആർ ജസ്റ്റിഫൈഡ്. നിങ്ങൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ലോകത്തിൽ വേണമെങ്കിൽ നിങ്ങളുടെ പഴയ ജീവിതം അറിഞ്ഞ് പഴയ സ്നേഹിതർ നിങ്ങളുടെ പഴയ ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ പാപി ആക്കാൻ ശ്രമിച്ചെങ്കിലും പിതാവ് നിങ്ങളെ നീതീകരിച്ച് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ പഴയതെല്ലാം പോയി. അത്രേ ഉള്ളൂ. പിശാച് ചിലപ്പോൾ പറഞ്ഞു വരും, ഏതെങ്കിലും വ്യക്തികളിൽ കൂടി കടന്ന് പറഞ്ഞു വരും,
അവൻ പണ്ടിങ്ങനെയായിരുന്നു, പണ്ടിങ്ങനെ നടന്നു, ഇങ്ങനെ ജീവിച്ചു. ഇന്നവൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയാണ്. അവൻ ദൈവസഭയിൽ പോവുകയാണ്. പറയുന്നവൻ നരകത്തിലേക്ക് പോകുമ്പോൾ നീതീകരിക്കപ്പെട്ടവൻ തൻ്റെ വിശ്വാസത്താൽ, മറ്റൊരുവൻ്റെ വിശ്വാസത്താലല്ല, തൻ്റെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് കർത്താവ് വരുമ്പോൾ, ആമേൻ, എന്ത് ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വാട്ട് എ വണ്ടർഫുൾ തിങ്. എത്ര മനോഹരമായ ഒരു ബ്ലെസ്സിങ് ആണ് ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കാൻ ദൈവം തന്നിരിക്കുന്നത്. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പ്രവേശിക്കുന്നത് ഒരു രാജകീയ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ മഹത്വത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഓർത്തോ, സകലത്തെയും സൃഷ്ടിച്ച് അഖലാണ്ടത്തെ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ പ്രവേശിക്കണമെങ്കിൽ ഭാവിയായി ജീവിച്ചവൻ്റെ ജീവിതം ജസ്റ്റിഫിക്കേഷൻ നടക്കണം, നീതീകരിക്കപ്പെടണം. നീതീകരിക്കപ്പെട്ടവൻ പിന്നെ പാപികളോടെയല്ല ജീവിക്കുന്നത്, പിന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുൻപിൽ. രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ രണ്ടാമത്തെ പോയിന്റ്, ഹി ഹാസ് ബീൻ പീസ് വിത്ത് ഗാഡ്. ദൈവം അവന് സമാധാനം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിരപ്പ് കൊടുക്കുകയാണ്. നമ്മളെല്ലാം നിരപ്പ് വാങ്ങിച്ച് നമുക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ നമുക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റത്തില്ല, അല്ലേ? എനിക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി, വേറെ ഒന്നും വേണ്ട, എൻ്റെ പിതാവിനോട് എനിക്ക് ശത്രുത ഉണ്ടെങ്കിൽ എനിക്ക് പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രവേശിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ അത് നീതീകരിക്കപ്പെട്ടെങ്കിൽ, അത് ക്ഷമിക്കപ്പെട്ടെങ്കിൽ, അത് നീക്കപ്പെട്ടെങ്കിൽ വീണ്ടും എനിക്ക് അപ്പൻ്റെ മുമ്പിൽ പ്രവേശിക്കാം. അതാ ദൈവം നമുക്ക് ചെയ്തു തന്നത്. വളരെ സിമ്പിളാണ്. സാൽവേഷൻ വളരെ സിമ്പിളാണ്. ക്രൂശിലെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസമാണ് പിതാവിൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഒരുക്കിയ ഒരു മനോഹരമായ വഴിയാണ്. പലപ്പോഴും ക്രിസ്ത്യാനികളെ ഞാൻ ഓർക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ കുറിച്ച് ഞാൻ പറയുക, രക്ഷിക്കപ്പെട്ടിട്ടും ജീവിതത്തിൽ ആ പ്രവേശനം വിശ്വാസത്താൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരു വഴി ഒരുക്കി വെച്ചിട്ടും പലപ്പോഴും രക്ഷയ്ക്കായി പല വഴികൾ തേടിയാണ് പോകുന്നത്. ദൈവം നിനക്ക് സമാധാനം തന്നെങ്കിൽ, ഇഫ് ഗാഡ് ഹാസ് ഗിവൺ യു ദ പീസ്, എന്തിനാ മറ്റൊരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കുന്നത്? വേറെ ഒരു വ്യക്തികൾക്കും നിനക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം തന്ന സമാധാനം, ദൈവം തന്ന നിരപ്പ് നിനക്ക് മറ്റൊരു വ്യക്തികൾക്കും തരാൻ സാധിക്കത്തില്ല. ആമേൻ. പലപ്പോഴും കഷ്ടവും പ്രയാസവും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വാൾ പോസ്റ്ററൊക്കെ നോക്കി നടക്കുന്നത്. എവിടെയെങ്കിലും കൺവെൻഷനോ ക്രൂസൈഡോ എല്ലാം നടക്കുന്നുണ്ടോ? ആരെങ്കിലും വിളിച്ചു ചോദിക്കും, എനിക്ക് വലിയ ഭാരമാണ്, എവിടെയെങ്കിലും പോയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഏതെങ്കിലും പാസ്റ്റർ ഉണ്ടോ? തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രവചിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? ഓർത്തോളാം, യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ പ്രവേശിക്കാത്തത് കൊണ്ടാണ് മറ്റു മാർഗങ്ങളെ അന്വേഷിക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസം എന്തു ചെയ്യുമെന്നറിയാമോ? അവൻ എവിടെ പ്രവേശിക്കുമെന്നറിയാമോ? നിരപ്പ് വാങ്ങിച്ചു തന്ന കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ പ്രവേശിപ്പാൻ നിനക്ക് വഴിയുള്ളപ്പോൾ എന്ത് സ്വസ്ഥതയോടെ പ്രവേശിക്കാമെന്നറിയാമോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാനിത് ധ്യാനിച്ചപ്പോൾ എനിക്ക് എന്ത് സന്തോഷമുണ്ടെന്നറിയാമോ? എനിക്ക് വളരെ ആനന്ദമുണ്ടായി. എൻ്റെ ഹൃദയം തുള്ളിച്ചാടി. കർത്താവേ, ഇത്രയും വലിയൊരു ഭാഗ്യ പദവി, ജസ്റ്റിഫിക്കേഷൻ അറിയാം, പീസ് അറിയാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ, ആ നിരപ്പിൻ്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള ഒരു മഹാഭാഗ്യ പദവി എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഈ അപ്പനേക്കാളും വലിയവൻ ഈ ലോകത്താരുമില്ല. ഈ അപ്പനേക്കാളും ഈ ലോകത്താരുമില്ല. ഈ അപ്പനേക്കാളും ഉറപ്പുള്ള കരം ആരുമില്ല. ഈ സർവശക്തനേക്കാളും ശക്തിയുള്ള ആരുമില്ല. ഈ വിശ്വസ്തനേക്കാളും ഒരു വിശ്വസ്തൻ ഈ ഭൂമിയിൽ നിനക്ക് മറ്റൊന്നിനെ നിനക്ക് കാണാൻ സാധിക്കത്തില്ല. മനസ്സിലാകുന്നവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ആ ഹല്ലേലൂയ വിശ്വാസം മുഖാന്തരം ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് സമാധാനം വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമുക്ക് നിരപ്പ് വന്നിരിക്കുന്നു. ഭയം കൂടാതെ ധൈര്യത്തോടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ കയറി ചെല്ലണമെങ്കിൽ ബൈബിൾ പറയുന്നു, വിശുദ്ധിയില്ലാതെ ആർക്കും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അപ്പം നിനക്ക് ഒരു വഴി ഒരുക്കിയെങ്കിൽ നിന്നെ വിശുദ്ധീകരിച്ചിട്ടാണ് നിനക്കതിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നീ വിശുദ്ധി പ്രാപിക്കാൻ നേർച്ചയിടേണ്ട, മീശ വെടിക്കേണ്ട, താടി വെടിക്കേണ്ട, ആഭരണം ഊരണ്ട, ഒന്നും ചെയ്യണ്ട. പിണങ്ങിപ്പോയി അടുത്ത ഞായറാഴ്ച വരണം, ഇതൊന്നും വേണ്ട.
യേശുവേ ഒറ്റ നിലവിളി വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇന്നെൻ്റെ പാപങ്ങളൊക്കെ ചെയ്തു, എന്നോട് ക്ഷമിക്കണം കർത്താവേ. അപ്പോൾ കർത്താവ് പറയും, ഉത്തരം പറയും. എന്ത് പറയുന്നറിയാം? നിൻ്റെ പാവങ്ങളെല്ലാം ഞാൻ എൻ്റെ തോളിൽ വഹിച്ചു. കർത്താവ് ക്രൂശ് കാണിച്ചു തരും. ഇതാ ഞാൻ നിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ മരിച്ചു. ക്രൂശിൽ കിടക്കുന്ന യേശു നിന്നോട് നോക്കി പറയും, ഇതാ നിവൃത്തിയായി, സകലവും നിവൃത്തിയായി, നിന്നെ വീണ്ടെടുക്കാനുള്ള സകല പ്രവൃത്തികളും നിവൃത്തിയായി. ഇനി മറ്റൊന്നിനെ നീ എന്ത് ചെയ്യണ്ട, ആഡ് ചെയ്യണ്ട. നോ നീഡ് ടു ആഡ്. ഇറ്റ്സ് ഓവർ, ഇറ്റ്സ് എനഫ് ആൻഡ് ഇറ്റ് ഈസ് ഫിനിഷ്. നമ്മൾ പിന്നെ നിൽക്കുന്ന ആരുടെ മുമ്പിലാ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും, നന്നായിട്ട് സ്തോത്രം ചെയ്തോ, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിറങ്ങുമെന്ന്. യഥാർത്ഥ വിശ്വാസി നിൽക്കുന്നത് തന്നെ ദൈവസാന്നിധ്യത്തിലാണ്. നിൻ്റെ സ്തോത്രം കൊണ്ട് ഇറങ്ങുന്നവനല്ല, നിൻ്റെ വിശ്വാസത്തെ കണ്ട് നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കണം. നല്ലതാ, സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നതെല്ലാം നല്ലതാ. പക്ഷെ യഥാർത്ഥ വിശ്വാസി അവൻ വസിക്കുന്നതന്നെ ദൈവസന്നിധിയിലാണ്. നീ പ്രത്യേകിച്ച് കൊട്ടടിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്തോ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് ഇതില്ലാതെ ഒരു ആശ്വാസമില്ല, ഒരു സന്തോഷമില്ല. പക്ഷേ എനിക്ക് നല്ല സന്തോഷവും പ്രത്യാശയും. ഇതൊന്നും ഇല്ലാതെയാണ് ദൈവം എനിക്ക് ഒരു പ്രവേശനം തന്നത്. ആ ക്രൂശിലെ മരണത്താൽ പ്രവേശിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ ഇന്നും അത് തന്നെ ഏക മാർഗം. ചിലർ പറയും, ഇന്നത്തെ ആരാധന ഭയങ്കര ശക്തമായിരുന്നു. യഥാർത്ഥ വിശ്വാസിയല്ല. യഥാർത്ഥ വിശ്വാസി എപ്പോഴും വസിക്കുന്നത് പിതാവിൻ്റെ സന്നിധിയിലാണ്. അവൻ പാട്ടും കൊണ്ട് ആനന്ദിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സന്നിധിയെ രുചിച്ചറിഞ്ഞ് ആനന്ദിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ചിലർ ഭയങ്കര സങ്കടമാണ്, കർത്താവേ ആ വിശ്വാസ ജീവിതത്തിൽ പ്രവേശിക്കണം. You should enter into that place and you should enjoy the presence of God. ആമേൻ. അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള കൃപ തന്നത് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ക്രൂശിൽ യാഗമായി അർപ്പിക്കുന്നത് മുഖാന്തരം. ക്രിസ്തു യേശു മുഖാന്തരം ആ പ്രാപിച്ച നിരപ്പ് ദൈവം നമുക്ക് നൽകിയത് മുഖാന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ? നിന്നെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ച ഒരു വിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കിടക്കുന്നത് പോലെ അവൻ എവിടെ അടി തരും നിനക്കറിയത്തില്ല. അവൻ ഗോളും അടിക്കാം, ചിലപ്പോൾ സിക്സും അടിക്കാം. നീ എവിടെ പോയി വീഴും നിനക്ക് നിശ്ചയം ഉണ്ടാവത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച ഒരു ശത്രുവും നിന്നെ തൊടാൻ, ഒരു ചെകുത്താൻ പോലും, നിൻ്റെ തലയിലിരിക്കുന്ന ഒരു രോമം പോലും അനക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആരെങ്കിലും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു നല്ല അവസരമാണ്. വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, ദൈവം എനിക്ക് നിരപ്പ് തന്നു, ഇനി ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ അന്യനല്ല, പരദേശിയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ച് അവൻ്റെ പൈതലായിട്ട് അവൻ്റെ സകല നന്മകൾ, അത് ആത്മീയ നന്മകളാകട്ടെ, ഭൗതിക നന്മകളാകട്ടെ, ശാരീരിക നന്മകളാകട്ടെ, എല്ലാം ദൈവത്തിൻ്റെ പക്ഷത്തുണ്ട്, അവൻ്റെ പക്കൽ നിന്ന് ഞാൻ അനുഭവിക്കും എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുന്നവൻ്റെ ജീവിതം എത്ര സന്തോഷമുണ്ടായിരിക്കും അറിയാം. അവിടെ ഇരുന്നിട്ട് വേണം നീ പാടാൻ, അവിടെ ഇരുന്നിട്ട് വേണം നീ സ്തുതിക്കണം. പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല നീ സ്തുതിക്കേണ്ടത്, പ്രവേശിച്ചതിനായി സ്തുതിക്കണം. പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല സ്തുതിക്കേണ്ടത്, പ്രാപിച്ചതിനായി സ്തുതിക്കണം. പലരും പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കുന്നത്. നീ ഒരിക്കലും പ്രാപിക്കാൻ പോകത്തില്ല. നീ പ്രാപിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി നീ പ്രാപിച്ചെങ്കിൽ അതിൽ കൂടി പ്രവേശിച്ച് നീ സ്തുതിച്ചോ. അതാണ് ഉത്തമമായത്. എന്നാൽ കൂടാതെ ജോയ്ഫുള്ളി ലുക്ക് ഫോർവേഡ് ടു ഷെയർ ഗോഡ്സ് ഗ്ലോറി. പ്രത്യാശയോടും സന്തോഷത്തോടും കർത്താവിൻ്റെ തേജസ്സിൽ പങ്കാളിത്തം. ഇത് പലപ്പോഴും വിശ്വാസിയുടെ ജീവിതത്തിൽ അറിയാത്ത കാര്യമാണ്. എത്ര പേര് ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കുന്നു? എത്ര പേര്?
ഗോഡ്സ് ഗ്ലോറി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരണം. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് കയറി ആ ദൈവത്തിൻ്റെ തേജസ്സിൽ, ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കണം. ഭാരങ്ങളെല്ലാം ഉരുകിപ്പോകും, പ്രയാസങ്ങളെല്ലാം ഉരുകിപ്പോകും. തൊട്ടടുത്ത വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാക്ഷയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് ആ കാലഘട്ടത്തിൽ എഴുതിയത്. അന്ന് റോമർ രക്ഷിക്കപ്പെട്ടു വന്നപ്പം രക്ഷിക്കപ്പെട്ടവനെ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും, പിന്നെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും, ദേശത്തിൽ നിന്ന് പുറത്താക്കും. നിലനിൽപ്പില്ല, വീട് നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും. അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല. നമുക്കുള്ളതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്, കിട്ടാത്തതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. ജോലിയില്ല, അതില്ല, ഇതില്ല, വി വാണ്ട് പാസ്റ്റർ പ്രേ. പക്ഷെ അവിടെ രക്ഷിക്കപ്പെട്ടത് മുഖാന്തരം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ പൗലോസ് പറയാണ്, നീ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും നല്ലതിനാണ്. യു വിൽ സ്റ്റാർട്ട് ട്രാൻസ്ഫോമിങ്. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ ചില കഷ്ട അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയാൽ മാത്രമേ നമ്മുടെ ജീവിതം സാങ്ക്ടിഫിക്കേഷൻ നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ രൂപാന്തരം, സാങ്ക്ടിഫിക്കേഷനിൽ രൂപാന്തരം പ്രാപിക്കുന്നത്, സ്വഭാവ രൂപീകരണം ഒറ്റ ദിവസം കൊണ്ടൊന്നും വരത്തില്ല, അല്ലേ? രക്ഷിക്കപ്പെട്ടതോടുകൂടി പഴയ സ്വഭാവങ്ങളെല്ലാം പോയോ? മരുമക്കളോട് ചോദിച്ചാൽ പറയാം, അമ്മായിമ്മയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? ഇല്ല, അമ്മായിമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ആ രൂപാന്തരം വരുന്നത് ചില കഷ്ടങ്ങൾ ജീവിതത്തിൽ ദൈവം അനുഭവിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവിടെ അച്ചടക്കത്തോട് ജീവിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇത്രയും കാലം നമ്മുടെ ജീവിതം കാടായിരുന്നു. എത്ര കാട് വെട്ടിയാലും അത് പോകത്തില്ല. ഇപ്പോൾ കളനാശിനിയുണ്ട്, അത് അടിക്കാൻ പറ്റത്തില്ല, മൊത്തത്തിൽ പോകും. അത് എന്തായാലും നമ്മൾ കാട് വളരുമ്പോഴൊക്കെ എന്തെങ്കിലും കാട് പറിച്ചു കളഞ്ഞാലേ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. സോ ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ അവൻ പ്രവേശിക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. അവിടെ വസിക്കുന്നവൻ്റെ ജീവിതം തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ തലയോളം വളരും. അവൻ കള്ളം പറയാൻ പേടിക്കും, അവൻ നുണ പറയാൻ പേടിക്കും, അവൻ ദേഷ്യപ്പെടാൻ പേടിക്കും. അവൻ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാത്തത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ജീവിതം ഒരിക്കലും രൂപാന്തരപ്പെടാത്തത്. അവൻ പ്രവേശിച്ചിട്ടല്ലോ, അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ നീതീകരിക്കപ്പെട്ടു, നല്ലതാ. അവനറിയാം ദൈവം എനിക്ക് നിരപ്പ് തന്നു. പക്ഷേ ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു എൻ്റർ ഇൻ ടു ദ ഗോഡ്സ് ഗ്ലോറി. പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ വാ തുറക്കുവോ? അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുവോ? ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറയുമോ? ഇല്ല. നമ്മൾ പേടിക്കും, ഭയപ്പെടും. നമ്മുടെ സ്വഭാവത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് എന്താ? ബിക്കോസ് വി ആർ നോട്ട് എൻറ്റേർഡ് ഇൻ ടു ഹിസ് ഗ്ലോറി. അവൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രവേശിക്കാത്തത് കൊണ്ട്. പക്ഷെ ഓർത്തോളണം, യഥാർത്ഥ വിശ്വാസി അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കണം. എങ്കിലേ ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കാളിത്തം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ടെല്ലാം വായിക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യങ്ങളാണ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞിരിക്കുക. അത്ര നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, പാപികൾക്ക് വേണ്ടിയിട്ട് ആരാണ് ജീവൻ കൊടുക്കുന്നത്? നല്ലവൻ ഒരുത്തൻ തൻ്റെ ജീവനെ കൊടുക്കത്തില്ല. പക്ഷെ ക്രിസ്തു പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. അതിനെ വ്യാഖ്യാനിച്ച് ബ്രീഫായിട്ട് പറഞ്ഞിരിക്കുക. പക്ഷെ യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം ക്രിസ്തുവോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നവൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ദൈവം എനിക്ക് നിരപ്പ് തന്നു എന്ന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരും. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വം ഇതിൽ 3 മെമ്പേഴ്സും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. സോ പരിശുദ്ധാത്മാവ് നമുക്ക് ഭാവബോധ്യം തന്ന് മാനസാന്തരത്തിലേക്ക് നയിച്ച് പിന്നെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ സ്നേഹം നമ്മെ വെളിപ്പെടുത്തി തന്നത് പരിശുദ്ധാത്മാവ്, നമ്മളെ നയിച്ചത് പരിശുദ്ധാത്മാവ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണം. അതാണ് ഉത്തമമായ, ഏറ്റവും ലൈഫിൽ എൻജോയ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ രക്ഷയുടെ അനുഭവത്തോടു കൂടി അങ്ങ് ആ ജസ്റ്റിഫിക്കേഷനോടെ നിൽക്കരുത്. അതിനപ്പുറമായിട്ട് ദൈവം തുറന്ന വഴിയിൽ കൂടെ അവൻ്റെ സന്നിധിയിൽ പ്രവേശനമുണ്ടല്ലോ, പ്രവേശിക്കണം. വി ഷുഡ് എൻ്റർ ഇൻ ടു ഹിസ് പ്രസൻസ്. അവൻ്റെ സന്നിധിയിൽ പ്രവേശിച്ച് അവൻ്റെ മഹത്വം നമ്മൾ അനുഭവിക്കണം. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാനൊരു ഈ പലപ്പോഴും നമ്മുടെ വിശ്വാസം തെറ്റിപ്പോകാൻ കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. പാസ്റ്റർ പറയുന്നതും ശ്രദ്ധിക്കുക,
ശ്രദ്ധിക്കണമെന്നില്ല. വിശ്വാസികൾ പറയുന്നത് പാസ്റ്റർ ശ്രദ്ധിച്ച് കേൾക്കണമെന്നില്ല. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ടിരുന്ന് ലിസണേഴ്സ് കറക്റ്റായിട്ടിരുന്ന് എല്ലാം കറക്റ്റായിരിക്കും. ഒരിക്കൽ ഒരു വലിയൊരു ഹീലിംഗ് ക്രൂസൈഡിൽ, ഒരു നല്ലൊരു ഉദാഹരണം, ഒരു ഹീലിംഗ് ക്രൂസൈഡിൽ ഒരിക്കൽ ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ചിട്ട് അവസാനിക്കുന്ന സമയത്ത് പാസ്റ്റർ ഇങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, ആർക്കെങ്കിലും സൗഖ്യം പ്രാപിക്കാൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഫ് യു വാണ്ട് ദൈവം നിങ്ങളെ സ്പർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് കടന്നു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി മുമ്പോട്ട് കടന്നു വന്നിട്ട് മുമ്പോട്ട് പാസ്റ്ററിൻ്റെ അടുത്ത് കടന്നു വന്നു. പുള്ളി പാസ്റ്റർ ചോദിച്ചു, എന്താ വേണ്ടതെന്ന്. പാസ്റ്റർ, എൻ്റെ ഹിയറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉടനെ പാസ്റ്റർ ഒരു കൈ എടുത്ത് ചെവിയിൽ കൈവച്ച് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയെല്ലാം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പനേരം പ്രാർത്ഥിച്ചു. ഹിയറിങ്ങിന് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അല്പനേരം കഴിഞ്ഞ് പ്രാർത്ഥന അവസാനിച്ചു. പാസ്റ്റർ ചോദിച്ചു, ഹൗ ഈസ് യുവർ ഹിയറിംഗ് നൗ? പാസ്റ്റർ, എനിക്കറിയത്തില്ല, അടുത്ത വ്യാഴാഴ്ചയാണ് എറണാകുളം ഹൈക്കോടതിയിൽ വെച്ച് എൻ്റെ ഹിയറിംഗ്, എനിക്കറിയത്തില്ല. മനസ്സിലായോ? ഇതാണ് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം, നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന വീഴ്ച. ഞങ്ങളുടെ ഭാഗത്തും കുഴപ്പമുണ്ട്, ഒരു കുഴപ്പം വരാതെ ഇരിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ പറഞ്ഞാലും പാസ്റ്റർ എന്ത് പറഞ്ഞാലും വീട്ടിൽ ചെന്ന് തുറന്നു വെച്ച്, കണ്ണിനെ നന്നായിട്ട് തുറന്നു വെച്ച്, ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് 2 തട്ട് കൊടുത്ത് നന്നായിട്ട് വായിച്ച് ധ്യാനിക്കണം. സമയമെടുത്ത് വായിച്ചോ. യു ക്യാൻ എൻ്റർ ഇൻ ടു ഹിസ് ഗ്ലോറി. ഞാൻ അതാ പറയുന്നത്, ഭയഭക്തിയോട് പറയുന്ന അതാ. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, നീതീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ. യു ഷുഡ് എൻ്റർ ഇൻ ടു ഹിസ് പ്രസൻസ്. നീ അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണം. പക്ഷെ നീ പ്രവേശിക്കുന്നില്ല. നീ പറയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു. നിനക്ക് അച്ചടക്കത്തോടെ ജീവിക്കാൻ കഴിയാത്ത എന്താണെന്നറിയാമോ? You are still out of the court. പുറമെ വേഷം കാണുമ്പോൾ രക്ഷിക്കപ്പെട്ട പൈതലാണ്, നല്ലതാ. പക്ഷെ have you ever entered into his court? അവൻ്റെ സന്നിധിയിൽ നീ പ്രവേശിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, if you enter into the presence of God, എൻ്റെ ദൈവത്തിന് ദൈവിക കാര്യങ്ങൾ മാത്രമേ നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാവത്തുള്ളൂ. നീ ദൈവസന്നിധിയിൽ പ്രവേശിച്ചാൽ നിന്റെ കുറവുകൾ മാറും, നിന്റെ സ്വഭാവങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകും. നീ ക്രിസ്തുവിൽ വളരും, ക്രിസ്തുവിൽ ജീവിക്കും, ക്രിസ്തുവിൽ വസിക്കും, ക്രിസ്തുവോട് കൂടെ ചേർന്ന് ജീവിക്കും. ക്രിസ്തുവിനായി നിനക്ക് ജീവിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ഹല്ലേലൂയ.